അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ ഈ കുതിപ്പ്. ഫെബ്രുവരി 2 ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക സെമിയിലെത്തിയത്. കോലാലംപൂരിൽ നടന്ന സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസാണ് നേടിയത്. ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. വിജയിക്കാൻ 20 ഓവറിൽ 114 റൺസ് മാത്രം വേണ്ടിയിരുന്ന ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർമാർ കഴിഞ്ഞ മത്സരത്തിലെ മിന്നും പ്രകടനം ഇന്നും ആവർത്തിക്കുകയായിരുന്നു. വിക്കറ്റ് കീപ്പർ ജി കമാലിനി 50 പന്തിൽ 56 റൺസുമായി പുറത്താവാതെ നിന്നു. തൃഷ ഗോങ്കാഡി 29 പന്തിൽ 35 റൺസ് എടുത്തു. വൺ ഡൗണായി എത്തിയ സനിക ചൽക്കെ 12 പന്തിൽ 11 റൺസുമായി പുറത്താവാതെ നിന്നു. 15-ാം ഓവറിലെ അവസാന പന്ത് ഡീപ് മിഡ് വിക്കറ്റിലൂടെ ബൗണ്ടറി കടത്തി കമാലിനി ഇന്ത്യയെ വിജയിപ്പിച്ചതോടെ സ്കോർ 117-ലെത്തി. തൃഷയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇതോടെ കിടിലൻ ജയം സ്വന്തമാക്കി ഇന്ത്യ കലാശപ്പോരിന് അർഹരായി. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ ഇന്ത്യ മികച്ച ബൗളിംഗിലൂടെ വരുതിയിൽ നിർത്തുകയായിരുന്നു. ഓപ്പണർ ഡേവിന പെറിൻ 40 പന്തിൽ 45 റൺസ് നേടിയും നാലാമതായി ക്രീസിലെത്തിയ ആബി നോർഗ്രോവ് 25 പന്തിൽ 30 റൺസ് നേടിയും പിടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സ്ഥിതി ഇതിലും ദയനീയമാവുമായിരുന്നു. 14 റൺസ് എടുത്ത അമ്മു സുരൻകുമാർ മാത്രമാണ് 2 അക്കം തികച്ച മറ്റൊരു ബാറ്റർ. ഇന്ത്യക്ക് വേണ്ടി പരുണിക സിസോദിയ 4 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തി. പരുണികയ്ക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത്. വൈഷ്ണവി ശർമ്മ 4 ഓവറിൽ 23 റൺസിന് 3 വിക്കറ്റ് നേടി. ആയുഷി ശുക്ല 4 ഓവറിൽ 21 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. മലയാളി താരം ജോഷിത 1 ഓവറിൽ എറിഞ്ഞെങ്കിലും വിക്കറ്റില്ല. എന്തായാലും അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ പെൺപുലികൾ തന്നെ കപ്പ് സ്വന്തമാക്കും എന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. കാരണം ടൂർണമെന്റിൽ ഉടനീളം മിന്നും പ്രകടനമാണ് ഇന്ത്യൻ വനിതാ ടീം കാഴ്ചവെച്ചത്. എതിരാളികളായ ദക്ഷിണാഫ്രിക്കയേക്കാൾ കേമന്മാരാണ് ഇന്ത്യൻ ടീം എന്ന ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുകയുണ്ടായി. എന്തായാലും അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ആര് മുത്തമിടുമെന്ന് ഇനി കണ്ടറിയാം.